എല്ലാവരെയും ഈ ഒരു അതിനിടയ്ക്ക് നമ്മുടെ കോവിഡ് പിന്നെ നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചേഴ്സൊക്കെ റെഡിയാക്കാനുണ്ടായിരുന്നു. PL പുറകെ തുടങ്ങി. ആദ്യം തുടങ്ങിയത് കർണാടക ക്രിക്കറ്റ് അസോസിയേഷൻ ആയിരുന്നു. അപ്പോൾ അതനുസരിച്ചിട്ട് ഇതിന്റെ ഒരു പ്രാരംഭിക KC ഹെഡ്ക്വാർട്ടേഴ്സിൽ വെച്ച് ഗവർണിംഗ് കൌൺസിൽ കൂടി അതിനോടനുബന്ധിച്ച് ഈ ഒരു T20 ലീഗിനെ പറ്റി ബൈലോ പ്രകാരം ഇതൊരു സെപ്പറേറ്റ് ഗവർണിംഗ് കൌൺസിൽ ഫോം ചെയ്ത് ആ ഗവർണിംഗ് കൌൺസിലാണ് ഇതിന്റെ കാര്യങ്ങളായിട്ട് മുമ്പോട്ട് വന്നത്. അപ്പോൾ അതിന് ഞങ്ങളുടെ സീനിയർ മോസ്റ്റ് മെമ്പറാണ് നാസർ മച്ചാൻ. അദ്ദേഹത്തിനെ ഗവർണിംഗ് കൌൺസിലിന്റെ TCയുടെ ചെയർമാനായിട്ട് തിരഞ്ഞെടുത്തു. അതുപോലെ തന്നെ നവാസ്, അദ്ദേഹം ആലപ്പുഴ സെക്രട്ടറിയാണ്. അദ്ദേഹം ഒരു ഗവർണിംഗ് കൌൺസിൽ മെമ്പറാണ്. കൂടാതെ സെക്രട്ടറിയും ട്രഷററും അക്കൌണ്ട്സ് നോമിനി, അക്കൌണ്ട്സ് AG's ഓഫീസിലെ നോമിനിയും ഒരു പ്ലെയർ നോമിനി തോമസ് മാത്യു, പഴയ കേരള ക്യാപ്റ്റനും അദ്ദേഹമാണ് കേരള IC എന്നുള്ള റെപ്രസെന്റേറ്റീവ്. അപ്പോൾ ഇന്നലെ നമ്മുടെ ആദ്യമായിട്ടുള്ള മീറ്റിംഗ് കൂടി. അതനുസരിച്ചിട്ട് നമ്മളൊരു സെപ്റ്റംബർ ഫസ്റ്റ് വീക്ക് വരെ ഈ ഒരു ടൂർണമെന്റ് തുടങ്ങാനുള്ള ഒരു വിൻഡോ ആണ് ഇപ്പോൾ നമ്മൾ സ്റ്റാർ TV ആണ് ഇതിന്റെ ഒഫീഷ്യൽ ബ്രോഡ്കാസ്റ്റേഴ്സ്. അതേമാതിരി തന്നെ പാൻകോഡ് സ്ട്രീമിംഗ് ഉണ്ടാവും. കർണാടക പ്രീമിയർ ലീഗ് കഴിഞ്ഞ ഉടനെ തന്നെ ആ ഒരു വിൻഡോയിലാണ് നമ്മൾ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത്. സെയിം സ്റ്റാർ സ്പോർട്സ് 2-ലും HD-ലും ആണ് ഇത് ബ്രോഡ്കാസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ അതിന്റെ കാര്യങ്ങളുമായിട്ട് നമ്മുടെ ഒരു ഏജൻസി കോൾ ഫോർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് 21st സെഞ്ചുറി മീഡിയ ആണ് കർണാടക പ്രീമിയർ ലീഗ്, ആന്ധ്ര പ്രീമിയർ ലീഗും അതേമാതിരി തന്നെ പഞ്ചാബിന്റെ പ്രീമിയർ ലീഗൊക്കെ അവരാണ് അവരെ ഹെൽപ്പ് ചെയ്യുന്നത്, ഒരു മാനേജിംഗ് ഏജൻസി ആയിട്ട്. അപ്പോൾ അത് നമ്മൾ ഒരു എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് കോൾ ഫോർ ചെയ്തുകൊണ്ട് അവരെ അത് അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. അതേമാതിരി ഇതിന്റെ ഫിനാൻഷ്യൽസും അതിന്റെ ഫ്രാഞ്ചൈസിയുടെ എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് കോൾ ഫോർ ചെയ്യാനുള്ള അതിന്റെ എന്താ പറയുക മാർഗരേഖകളും നിർദ്ദേശങ്ങളും ഒക്കെ നമ്മളൊരു പ്രൊഫഷണലായിട്ട് പോയിട്ട് തന്നെ ഫിനാൻഷ്യൽ ഇംപ്ലിക്കേഷൻസ് ഉള്ളതുകൊണ്ട് KPMG എന്ന് പറഞ്ഞ ഫിനാൻഷ്യൽ ഏജൻസിയാണ് നമ്മൾ ഇതിനെ ഹെൽപ്പ് ചെയ്യുന്നത്. അതും നമ്മൾ ഇതുവരെ തന്നെ എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് കോൾ ഫോർ ചെയ്ത് 2 ഏജൻസികൾ വന്നു, അണ്ടർസ്റ്റാൻഡിങ്ങും KPMG ആണ് ബിഡ് പിൻ ചെയ്തത്. അപ്പോൾ അവരാണ് നമ്മൾക്കിതിനൊരു ബേസ് പ്രൈസ് അല്ലെങ്കിൽ ഒരു GDP ഒക്കെ നോക്കിക്കൊണ്ട് ഇതിലൊരു റവന്യൂ മോഡൽസും എക്സ്പെൻസസും എല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. KPMG ആണ് അതിന്റെ ബോർഡിൽ വന്നിരിക്കുന്നത്. അങ്ങനെ 21st സെഞ്ചുറി മീഡിയയും KPMG ആണ് നമ്മൾ ഇതിനെ ഹെൽപ്പ് ചെയ്ത് ഈ ഒരു ടൂർണമെന്റിലേക്ക് കൊണ്ടുപോകുന്നത്. അതനുസരിച്ച് നമ്മൾ ഈ ഒരു അടുത്ത ആഴ്ചത്തോടെ ഒരു എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് താല്പര്യമുള്ള ഇൻട്രസ്റ്റഡ് പാർട്ടീസിന് ഫ്രാഞ്ചൈസിയിൽ നിന്ന് നമ്മൾ കോൾ ഫോർ ചെയ്തുകൊണ്ട് ഒരു മൺഡേ അല്ലെങ്കിൽ ട്യൂസ്ഡേ നമ്മളതൊരു എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് കോൾ ഫോർ ചെയ്ത് മുമ്പോട്ട് പോകാനാണ് ഇതിന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഏകദേശം 1 കോടി രൂപ ബേസ് പ്രൈസ് ആണ് KPMG റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ പ്ലേയേഴ്സിന് ഒരു ക്യാപ്പ് ഉണ്ടാവും. ഒരു 35 lakhs ആണ് പ്ലേയേഴ്സിന് നമ്മൾ ബിഡിംഗ് ഓപ്ഷൻ ഉണ്ടാവും. ഓപ്ഷനായിട്ട് ബന്ധപ്പെട്ട് പ്ലേയേഴ്സിന് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്നത്. ബാക്കിയുള്ള അസോസിയേഷനുകളുടെ എല്ലാം ഒരു കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെന്റ് നടത്തിക്കൊണ്ടാണ് KPMG നമുക്ക് ഇങ്ങനെ ഒരു അഡ്വൈസ് തന്നിരിക്കുന്നത്. അതുപോലെ കേരളത്തിലെ പ്ലേയേഴ്സിന് മാത്രമാണ് നമ്മുടെ BCCIയുടെ മാർഗനിർദ്ദേശം അനുസരിച്ച് കേരള രജിസ്റ്റേർഡ് പ്ലേയേഴ്സ്, കേരളത്തിൽ രജിസ്റ്റർ ചെയ്ത പ്ലേയേഴ്സിന് മാത്രമാണ് ഇതിൽ നിൽക്കാൻ പറ്റുക. ഇതാണ് നമ്മൾക്കൊരു ഔട്ട്ലൈനായിട്ട് കിട്ടിയിരിക്കുന്നത്. ഒരു ദിവസം 2 മാച്ചാണ്. ഡേ മാച്ചും ഒരു ലൈറ്റ് മാച്ച് ഉണ്ടാവും. ട്രിവാൻഡ്രം കാര്യവട്ടത്തായിരിക്കും നമ്മളിത് ഫസ്റ്റ് ഇയർ കണ്ടക്ട് ചെയ്യുക. ഒരു വെന്യൂ ഉണ്ടാവുള്ളൂ. 6 ടീമുകളുടെ ഫ്രാഞ്ചൈസി മോഡലാണ് ഇപ്പോൾ തൽക്കാലം പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതുമായിട്ട് മുമ്പോട്ട് പോകാനാണ് KCA തീരുമാനിച്ചിരിക്കുന്നത്. ഗവർണിംഗ് കൌൺസിലിന്റെ അപ്രൂവലും ജനറൽ ബോർഡിന്റെ അപ്രൂവലും കൂടിയാണ് ഈ കാര്യങ്ങളായിട്ട് മുമ്പോട്ട് പോകുന്നത്. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചോദിക്കാം. വൈകിയെന്ന് തോന്നുന്നുണ്ട്. കാര്യം നമ്മൾ പറഞ്ഞല്ലോ, ഇത് ഞങ്ങൾ കുറച്ചു നാളായിട്ട് ഞങ്ങളുടെ പൈപ്പ് ലൈൻ ഉണ്ടായിരുന്നു. അപ്പൊ അതനുസരിച്ചിട്ട് ഇതൊരു ചെയ്യുമ്പോൾ അതിന്റെ ഒരു കറക്റ്റ് ടൈമും അതിൻ്റെതായ ഒരു സ്റ്റഡി നടത്തിയിട്ട് വേണമല്ലോ മുമ്പോട്ട് പോകാൻ. നമ്മളൊരു പുറത്ത് ഫ്രാഞ്ചൈസിയുടെ വയബിലിറ്റി അല്ലെങ്കിൽ അവരുടെ ഒരു ഫിനാൻഷ്യൽ ഇംപ്ലിക്കേഷൻസ് അതെല്ലാം നോക്കിക്കൊണ്ട് ഒരു സസ്റ്റൈനബിലിറ്റി അതെല്ലാം വെച്ചുകൊണ്ട് നമ്മളൊരു 2 വർഷമായിട്ട് ഇതിന്റെ പൈപ്പ് ലൈൻ ഉണ്ടായിരുന്നു. ഇപ്പോഴാണ് ഒരു റൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങളായിട്ട് മുമ്പോട്ട് പോകാനുള്ള അവസരം കിട്ടിയത്. അതെ, സെക്രട്ടറി ഒരു മിനിറ്റ്. റിസർവ് ഡേയ്സ് 2 കൊണ്ടുണ്ടാവും.
ഉണ്ടാവും. അങ്ങനെ മൊത്തം 19 days ആണ് മാച്ചസിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. നമ്മളൊരു ഒരു മാച്ചിന്റെ ഒരു ഗ്യാപ്പ് വരുന്നതുകൊണ്ട് സ്റ്റാറിൽ നമ്മൾ എന്തായാലും സ്ലോട്ട് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു വിമൻ ഒരു മാച്ചും കൂടെ വെക്കാനായിട്ട് ഈ IPL ഒക്കെ ഒരു പ്രിലിമിനറി ഇതായിട്ട് ഒരു വിമൻ ലീഗിന് മുമ്പായിട്ട് ചെയ്യാനായിട്ടുള്ളൊരു ശ്രമമുണ്ട്. കാരണം ചില സ്റ്റേറ്റ് ബംഗാളൊക്കെ അവർ ഈ ഒരു പ്രീമിയർ ലീഗ് ചെയ്തപ്പോൾ മെന്നും വിമനും അവർ സൈമിൾട്ടേനിയസ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റി. നമുക്കത് പറ്റുമെന്ന് അറിയത്തില്ല. അതിന്റെ ഒരു സക്സസ് എങ്ങനെയാണെന്ന് നോക്കണം. ഒരു ഉള്ളൊരു സ്ലോട്ടിൽ നമ്മൾ ഫസ്റ്റ് ടൈം ഒരു വിമൻ ഒരു ഷോ മാച്ച് അതുപോലെ അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഇതിലോട്ട് പോകാനായിട്ടാണ്. ഇല്ല, അങ്ങനെയില്ല. ഈ പലരും എൻക്വയറി ചെയ്ത് എന്താണ്, പക്ഷെ നമുക്കും ഇതിനൊരു ഫൈനാലിറ്റി എന്ന് പറഞ്ഞാൽ ഇത് എങ്ങനെയാണ് ഇതിനെ ചൂസ് ചെയ്യുന്നതെന്നൊക്കെ ഉള്ളത് ഈ ഇവരുടെ ഒരു നമ്മൾ ഈ കൺസൾട്ടൻസിന്റെ ഒരു റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പറയാൻ പറ്റുള്ളായിരുന്നു. അത് ശരിക്കും നമുക്ക് ഇന്നലെയൊക്കെയാണ് നമുക്കൊരു ഇത് കിട്ടിയത്. എൻക്വയറി പല ആൾക്കാരും വിളിച്ചു, അത് നേരിട്ടൊന്നും ആയിരിക്കില്ല. ഇപ്പൊ ചിലർ പലരും താല്പര്യം പറയുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അല്ല, ആകാനാണ് സാധ്യത, അത് അറിയാൻ വയ്യ. ഇപ്പൊ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് മൺഡേ അല്ലെങ്കിൽ ട്യൂസ്ഡേ നമ്മള് പത്രത്തില് അല്ല മീഡിയയിലും ഇത് കൊടുത്തു കഴിഞ്ഞിട്ട് ഒരു 5 days ആണ് ഈ ബിഡ് ഡോക്യുമെന്റ് കളക്ട് ചെയ്യാനായിട്ടുള്ള ടൈം. 5 days ആണ്. പിന്നെ ഒരു 15 days ഉണ്ട്. അങ്ങനെ ഒരു 20-21 days കൊണ്ട് ബിഡ്സ് വരും. അതിനുശേഷം അവർ ഇവാലുവേറ്റ് ചെയ്തിട്ട് ആണ് ചെയ്യുന്നത്. അവരുടെ ഒരു ഫിനാൻസസും നമുക്കിത് എപ്പോഴും വയബിൾ ആയിരിക്കണം. ഒരു 1-2 വർഷം കഴിഞ്ഞ് ഇങ്ങനെ പല സ്റ്റേറ്റിനും അങ്ങനെ പറ്റിയിട്ടുണ്ട്. അങ്ങനെ വന്നാൽ നമ്മുടെ എന്റെ പ്രോഡക്റ്റ് തന്നെ ഒരു പ്രോബ്ലം വരും. അപ്പോൾ നമ്മൾ അങ്ങനെ ഫിനാൻഷ്യലി ഒക്കെ വയബിൾ ആയിട്ടുള്ള കമ്പനീസിനെ കൊണ്ടാണ് ചെയ്യിപ്പിക്കുന്നത്. ഒരു നമുക്ക് കിട്ടിയ അഡ്വൈസ് എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽസ് അങ്ങനെ ഒരു ഇതായിട്ടില്ല. ഏതെങ്കിലും കമ്പനീസോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഗ്രൂപ്പ് ഓഫ് കമ്പനീസോ അങ്ങനെ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന അഡ്വൈസ്. അല്ല, സിറ്റി വെച്ചിട്ട് അല്ല, നമ്മൾ 6 ടീമിനെ വെച്ച് ബിഡ് ചെയ്യുന്നു. എന്നിട്ട് അവർക്ക് ചൂസ് ചെയ്യാമെന്നുള്ളതാണ് ഈ ടീം ഓണേഴ്സിനെ. അവരുടെ ഒരു ചിലപ്പോ അങ്ങനെ പല സ്ഥലങ്ങളിലും സിറ്റി വെച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോ അങ്ങനെ ഒരു കോമ്പറ്റീറ്റീവായിട്ട് വരണമെന്നില്ല, കിട്ടണമെന്നില്ല. പിന്നെ ചിലപ്പോ ഈ താല്പര്യമുള്ള ആൾക്കാർ കാണും. അപ്പൊ എപ്പോഴും ഒരു ഹയസ്റ്റ് ബിഡറിനായിരിക്കും ഫസ്റ്റ് ചോയ്സ്, എങ്ങനെ നെയിം ചെയ്യണം എവിടെയാണെന്നുള്ളത്. അപ്പൊ അങ്ങനെ എടുക്കാനായിട്ടാണ്. അങ്ങനെയാണ് മിക്കവാറും എല്ലാ സ്ഥലത്തും ചെയ്തിരിക്കുന്നത്. അല്ലല്ല, സ്ഥലം വെച്ചിട്ടല്ല പറയുന്നില്ല. അത് ഹയസ്റ്റ് ബിഡറിന് ഫസ്റ്റ് ചോയ്സ്. അങ്ങനെ കിട്ടുന്നവരുടെ അങ്ങനെ വെച്ചിട്ട് അതെ. അത് ഞങ്ങള് മുമ്പോട്ട് പോകുന്നുണ്ട്. നമ്മുടെ സ്പോർട്സ് സബ്മിറ്റില് അന്ന് നമ്മള് ഒരു പ്രസന്റേഷൻ കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അത് ഗവൺമെന്റുമായിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതൊരു കൺവേർട്ടഡ് പാഡി ലാൻഡ് ആയതുകൊണ്ട് കുറച്ച് പബ്ലിക് പർപ്പസ് എന്നുള്ള രീതിയിൽ ഒരു ലോക്കൽ ലെവൽ മോണിറ്ററിംഗ് കമ്മിറ്റി അവരത് കൂടി അവരത് പാസ്സാക്കിയിട്ടുണ്ട്. അവരത് ഗവൺമെന്റിലേക്ക് ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. ഇലക്ഷന്റെ ഒരു പ്രോട്ടോകോൾ ഉള്ളതുകൊണ്ട് ആ സമയത്ത് കുറച്ച് നാൾ ഡിലേ വന്നു. അത് അതിന്റെ പ്രോസസ്സിലേക്ക് നടക്കുന്നുണ്ട്. സ്റ്റേറ്റ് ലെവൽ മോണിറ്ററിംഗ് കമ്മിറ്റി വരെ എത്തിയിട്ടുണ്ട്. അതിനൊരു വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ ഒരു കൺവേർഷന്റെ ഒരു ഇതിന് വേണ്ടി നിൽക്കുന്നു. സ്പോർട്സ് ഹബ് നമ്മൾ അതിനൊരു പ്രപ്പോസൽ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് തിരിച്ച് നമ്മളായിട്ട് മീറ്റിംഗ് 1-2 മീറ്റിംഗ് ഇപ്പോൾ സ്പോർട്സ് മിനിസ്റ്റർ നടന്നു തരുന്നു. പക്ഷെ അതിനകത്തൊരു ചെറിയ അറിയാലോ, ഒരു ഗവൺമെന്റിന്റെ ഇപ്പോൾ ഓൾറെഡി ILFSന്റെ കീഴിലാണത്. അതിനകത്ത് കാര്യവട്ടം യൂണിവേഴ്സിറ്റിയുടെ ലാൻഡ് ഇപ്പോഴും അടുത്ത 5 വർഷത്തേക്ക് ILFSന്റെ കയ്യിലാണ്. അപ്പൊ അതിന് ചെറിയ കോംപ്ലിക്കേഷൻ ഉണ്ട്. പക്ഷെ ഞങ്ങളത് എപ്പോഴും അതിന്റെ ഒരു ഗവൺമെന്റുമായിട്ട് സംസാരിക്കുന്നുണ്ട് എങ്ങനെ ചെയ്യാൻ പറ്റുന്നുള്ളൂ. ലീഗൽ പ്രശ്നങ്ങളില്ലാതെ മുമ്പോട്ട് പോകാനാണ്. അത് വിനോദം കുറച്ചുകൂടി ബെറ്ററായിട്ട് അറിയാം. 2027 വരെയാണ് ഈ ILFSന്റെ എന്നുള്ളത്. ഈ മറ്റേ ട്രൈപാർട്ടൈറ്റ് എഗ്രിമെന്റ് ആയതുകൊണ്ട് ഇതിന്ന് ഒന്നുകിൽ ഗവൺമെന്റ് ലംസമായിട്ട് ഒരു എമൗണ്ട് കൊടുത്താൽ മാത്രമേ, അതൊരു ഹ്യൂജ് എമൗണ്ട് ആണ്. അപ്പൊ ഗവൺമെന്റ് നമ്മുടെ അടുത്ത് പറഞ്ഞതെന്ന് വെച്ചാൽ നമുക്ക് എങ്ങനെയാണ് അതിന് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രപ്പോസൽ കൊടുക്കാൻ പറഞ്ഞ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇത് ഇങ്ങനെ ഒരു കോംപ്ലിക്കേഷൻ ഉണ്ട്. എന്നുവെച്ചാൽ അത് പിന്നെ ഗവൺമെന്റ് യൂണിവേഴ്സിറ്റിക്ക് എത്രയോ ഒരു എമൗണ്ട് കൊടുക്കാനായിട്ടുണ്ട്. അതിപ്പോ ഏകദേശം 90 crores കൊടുക്കാനുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഗവൺമെന്റ് കൊടുക്കാനുണ്ട്, ILFS ഗവൺമെന്റ് കൊടുക്കാനുണ്ട്. ഇതൊന്നും ഇതായിട്ടില്ല. അതാണ് ഒരു ഡിലേ വരുന്നത്. നമ്മൾ സ്പോർട്സ് സെക്രട്ടറി ആയിട്ടും മിനിസ്റ്ററായിട്ടും ഒക്കെ ചെയ്തിട്ടുണ്ട്. പ്രപ്പോസലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ BCCI ആയിട്ടും ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ഒരു ഇതുണ്ടെന്നുള്ളത്. പക്ഷെ അത് അറിയാൻ വയ്യ. ഒരു 27 വരെ എന്തായാലും
ചിലപ്പോൾ ഈ ഐലൻഡ് എഫ് എസിന്റെ ഒരു സംഭവം ഉള്ളതുകൊണ്ട് അവർ ഐലൻഡ് എഫ് എസ് അതുപോലെ ഇത് ബിഡ് ചെയ്തിട്ട് വേറൊരു പാർട്ടി ബിഡ് ചെയ്ത് അതിൽ ഹയസ്റ്റ് ബിഡർ ആയിട്ട് വന്നു. പക്ഷെ അതും ആ പ്രോസസ്സ് ഒന്നും കംപ്ലീറ്റ് ആയിട്ടില്ല. അങ്ങനെ അത് മൊത്തത്തിൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടിരിക്കുകയാണ്. നമ്മുടെ ഒരു ആശ്വാസം ഈ 27 വരെ ആയാലും 27 വരെ നമ്മളും ഐലൻഡ് എഫ് എസുമായിട്ടും ഈ ഇപ്പോൾ ഉള്ള ഒരു എക്സിസ്റ്റിംഗ് എഗ്രിമെന്റ് ഉണ്ട്, നിങ്ങൾ നടത്താൻ പറ്റും. അതിനിടയ്ക്ക് എന്തെങ്കിലും ഈ എഗ്രിമെന്റിൽ ചേഞ്ചസ് വരുത്തി ഗവൺമെന്റ് ഇനിഷ്യേറ്റീവ്. അതെ, ഇല്ല ഈ സീസൺ അത് വളരെ കുറച്ച് മാച്ചസേ ഉള്ളൂ. അപ്പൊ നമ്മുടെ ഒരു ഈ അവസാനം നടന്നൊരു ഇത് വെച്ചിട്ട് പിന്നെ നമ്മുടെ ഒരു ടേൺ വരുമ്പോ അത് അടുത്ത വിൻഡോയിലേ വരാൻ സാധ്യതയുള്ളൂ. ഈ വരുന്ന വിൻഡോയിലെ നമ്പർ ഓഫ് മാച്ചസ് കുറവല്ലേ വേൾഡ് കപ്പ്.